അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഫ്യൂ, എ ഫ്യൂ, ക്വയറ്റ് എ ഫ്യൂ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടെങ്കിൽ എന്താണ്? അതാണ് നോക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇംഗ്ലീഷ് കിടിലനാക്കാനായിട്ട് ഇംഗ്ലീഷ് ട്യൂഷൻ മാസ്റ്റർ എന്നുള്ള കോഴ്സുണ്ട്. രമേഷ് ലേണിംഗ് ആപ്പിലുണ്ട്. ഡൗൺലോഡ് ചെയ്യാം, കാണാം, ആളുകൾക്ക് സജസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, കുട്ടികൾ കിടിലന്മാരും കിടിലത്തികളുമാവട്ടെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫ്യൂ എന്ന് വെച്ചാൽ സം, കുറവ് എന്നാണ് അർത്ഥമെങ്കിലും നമുക്കിത് ഒരേ സ്ഥലത്ത് ഇത് രണ്ടും മാറി മാറി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വ്യത്യാസം? അതായത് ഫ്യൂ എന്ന് വെച്ചാൽ കുറവ് എന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കണക്ക് കൂട്ടുന്നതിലും തീരെ കുറവ്, അതാണ് ഫ്യൂ. സം, കുറവ് എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. നോക്കൂ, there were few newcomers. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും വളരെ കുറവ് ന്യൂകമേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. തീരെ കുറവ് ന്യൂകമേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 50 പ്രതീക്ഷിച്ചു, പക്ഷേ 5 വന്നുള്ളൂ. അതാണ് ഫ്യൂ, തീരെ കുറവ്. നേരെ മറിച്ച് there were some newcomers എന്ന് വെച്ചാൽ കുറച്ച് ന്യൂകമേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ തീരെ കുറവ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കുറവ് എന്നൊന്നും മീനിങ് ഇല്ല. കുറച്ച് ന്യൂകമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് there were few newcomers എന്ന് വെച്ചാൽ തീരെ കുറവ്. നേരെ മറിച്ച് there were some newcomers എന്ന് വെച്ചാൽ കുറച്ച് ന്യൂകമേഴ്സ് ഉണ്ടായിരുന്നു. അതൊരു ആശ്വാസം പോലും ആവാം. മറ്റേത് തീരെ കുറവ്, നമുക്ക് ആശ്വാസമില്ല. there were few spectators for the match. there were few spectators for the match. തീരെ കുറവ് ആളുകളെ മാച്ചിന് ഉണ്ടായിരുന്നുള്ളൂ. ഗാലറികളിൽ അവിടെ ഇവിടെയായിട്ട് പുള്ളി കുത്തിയ പോലെ കുറച്ച് ആൾക്കാർ മാത്രം. തീരെ കുറവാണ്. there were few spectators for the match. ഇനി she has few close friends who can help her. few close friends. തീരെ കുറവ് ഫ്രണ്ട്സേ ഉള്ളൂ. അവളെ സഹായിക്കാൻ കഴിയുന്ന തീരെ കുറവ് ഫ്രണ്ട്സേ ഉള്ളൂ. അവർ സഹായിക്കുന്ന പോലും ഉറപ്പില്ല. വളരെ കുറച്ചേ ഉള്ളൂ. she has few close friends who can help her. നേരെ മറിച്ച് she has a few close friends who can help her. a few close friends. അവളെ സഹായിക്കാൻ കഴിയുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. she has a few close friends who can help her. അതുകൊണ്ട് ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷേ ഫ്യൂ ക്ലോസ് ഫ്രണ്ട്സ്, വളരെ കുറവ് ഫ്രണ്ട്സേ ഉള്ളൂ സഹായിക്കാവുന്നത്. അപ്പം ഇത്തിരി ബേജാറാവേണ്ടതുണ്ട്. പക്ഷേ a few close friends, അത് കുഴപ്പമില്ല, കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. who can help her, അതാണ് ഫ്യൂ, a few. ഇനി quite a few. quite a few എന്ന് വെച്ചാൽ കുറച്ചധികം, വിചാരിക്കുന്നതിലും അല്ലെങ്കിൽ വിചാരിച്ചതിലും ഏറെ ഉണ്ട്. അതാണ് quite a few. നമ്മൾ 50 വിചാരിച്ചുള്ളൂ, പക്ഷേ 75 100-അടുത്തുണ്ട്. അതാണ് quite a few. quite a few exercises lose no weight. കുറച്ചധികം എക്സസൈസസ്, എക്സസൈസ് ചെയ്യുന്നവർ വെയിറ്റ് കുറയാറില്ല. കുറച്ചധികം പേർക്ക് വെയിറ്റ് കുറയാറില്ല. quite a few exercises lose no weight. I spent quite a few hours there. I spent quite a few hours there. ഞാനവിടെ കുറച്ചധികം സമയം ചിലവഴിച്ചു. ഞാൻ അത്ര ചിലവഴിക്കാൻ വിചാരിച്ചിരുന്നില്ല, പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ I spent quite a few hours there. There are quite a few advantages. There are quite a few advantages. കുറച്ചേറെ സൗകര്യങ്ങളുണ്ട്. There are quite a few advantages. നമ്മൾ വിചാരിക്കുന്നതിലും ഏറെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ഇത് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ശരി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റു പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. സ്റ്റേ ഓസം.